പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ, ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ പെർമിറ്റ് ഫീസ് എങ്ങനെയാണ് കണക്കുകൂട്ടുന്നത് എന്നുള്ളതിനെ പറ്റി. അപ്പൊ കെ-സ്മാർട്ട് വഴി ചെയ്യുന്നത് കൊണ്ട് സാധാരണക്കാരന് അത് അറിയണമെന്നില്ല, ലൈസൻസുകൾക്ക് അറിയാം, എല്ലാം കമ്പ്യൂട്ടർ തന്നെ ചെയ്യും. അപ്പോൾ അതിൽ ആർക്കും ഒരു പരാതിയാണ്. പക്ഷെ സാധാരണക്കാരന് അത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയൊരു ഉദാഹരണം വെച്ച് ഞാനത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. നിങ്ങൾ നിലവിൽ ഒരു ബിൽഡിങ്ങിന്റെ പെർമിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ആ ബിൽഡിങ്ങിന് 350 സ്ക്വയർ മീറ്റർ ബിൽട്ടപ്പ് ഏരിയ ഉണ്ട്. അത്രയും വലിപ്പമുള്ള ഒരു ബിൽഡിംഗ് ആണ് നിങ്ങൾ പെർമിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് 100 സ്ക്വയർ മീറ്റർ കമേഴ്സ്യൽ ആയിട്ടും ബാക്കി 250 സ്ക്വയർ മീറ്റർ റെസിഡൻഷ്യൽ ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയാണ് പെർമിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർമിറ്റ് ഫീസ് എങ്ങനെയാണ് കണക്കൂട്ടുന്നതെന്ന് നോക്കാം. സാധാരണഗതിയിൽ 100 സ്ക്വയർ മീറ്റർ കമേഴ്സ്യൽ ബിൽഡിംഗ് 100 സ്ക്വയർ മീറ്റർ കമേഴ്സ്യൽ ബിൽഡിംഗ് വരുമ്പോൾ സാധാരണ 1 സ്ക്വയർ മീറ്ററിന് 40 രൂപ എന്ന നിലയിലാണ് ഗ്രാമപഞ്ചായത്തുകളിൽ പെർമിറ്റ് ഫീസ് കണക്കൂട്ടുന്നത്. അതായത് 150 സ്ക്വയർ മീറ്ററിൽ ചുവടെയുള്ളതിന് 40 രൂപയാണ് 1 സ്ക്വയർ മീറ്ററിന് വരിക. അതുപോലെ തന്നെ 300 സ്ക്വയർ മീറ്ററിൽ ചുവടെയുള്ള, അതായത് 150 സ്ക്വയർ മീറ്ററിന് മുകളിലും 300 സ്ക്വയർ മീറ്ററിന് താഴെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനാണെങ്കിൽ 50 രൂപയാണ് 1 സ്ക്വയർ മീറ്ററിന് പെർമിറ്റ് ഫീസായിട്ട് പഞ്ചായത്ത് കണക്കൂട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സാധാരണഗതിയിൽ നമ്മളൊരു കണക്കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കമേഴ്സ്യലിന് ഇപ്പോൾ 40 രൂപ വെച്ചിട്ട് 100 സ്ക്വയർ മീറ്ററിലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 4000 രൂപ കമേഴ്സ്യലിന് പെർമിറ്റ് ഫീസാവും. അതുപോലെ തന്നെ റെസിഡൻഷ്യലിന് 250 സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ അതിന് 50 രൂപ വെച്ചിട്ട് ഏകദേശം 12,500 രൂപ പെർമിറ്റ് ഫീസാവും. അങ്ങനെ ടോട്ടൽ വരിക പെർമിറ്റ് ഫീസ് 16,500 രൂപയാണ് പെർമിറ്റ് ഫീസായിട്ട് സാധാരണക്കാരന് പൊതുവെ കണക്ക് കൂട്ടിയിട്ട് മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ബിൽഡിങ് 350 സ്ക്വയർ മീറ്റർ ആണ്. അത് കമേഴ്സ്യൽ ആയാലും റെസിഡൻഷ്യൽ ആയാലും എന്ത് മിക്സഡ് ആയാലും ഒക്കെ. അപ്പോൾ ബിൽട്ടപ്പ് ഏരിയ വരുന്നത് 350 സ്ക്വയർ മീറ്ററിൻ്റെ ആണ്. അപ്പോൾ പെർമിറ്റിന്റെ സ്ലാബ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള പെർമിറ്റ് ഫീസാണ് ഇതിന് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ കമേഴ്സ്യൽ 100 സ്ക്വയർ മീറ്ററേ എടുക്കുന്നുള്ളൂ എങ്കിലും നിങ്ങളുടെ ബിൽഡിങ് 300 സ്ക്വയർ മീറ്ററിന് മുകളിലാണ് നിങ്ങൾ നിർമ്മിക്കുന്ന ബിൽഡിങ്. അപ്പോൾ കമേഴ്സ്യൽ ബിൽഡിങ്ങിന്റെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് വരിക 120 രൂപ പെർ മീറ്റർ സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഈ 4000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ എത്ര കൊടുക്കണം? 12,000 രൂപ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പാർട്ട് 250 സ്ക്വയർ മീറ്റർ ആണ്. പക്ഷെ നിങ്ങളുടെ ബിൽഡിങ് എത്രയാണ്? 350. 300-ൽ കൂടുതലുള്ളത് കൊണ്ട് റെസിഡൻഷ്യലിനും 1 സ്ക്വയർ മീറ്ററിന് 100 രൂപ എന്ന രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ റെസിഡൻഷ്യൽ പാർട്ടിന് നിങ്ങൾ എത്രയാണ് ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് കൊടുക്കേണ്ടി വരിക? 25,000 രൂപയാണ് നിങ്ങൾ പെർമിറ്റ് ഫീസായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടല് രണ്ടും കൂടി കൂട്ടിയിട്ട് ഏകദേശം 37,000 രൂപ പെർമിറ്റ് ഫീസ്, പെർമിറ്റിന്റെ അപേക്ഷാ ഫീസ് അല്ല, പെർമിറ്റ് ഫീസ്, ബിൽഡിംഗ് പെർമിറ്റിന്റെ ഫീസ് നിങ്ങൾക്ക് വരിക. സാധാരണഗതിയിൽ നിങ്ങൾ നോർമലായിട്ട് കണക്ക് കൂട്ടുമ്പോൾ 16,500 രൂപ വരുന്ന സ്ഥലത്ത് 37,000 രൂപ പെർമിറ്റ് ഫീസായിട്ട് വരും. അപ്പോൾ പല ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ